ചില സാഹചര്യങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് തുമ്മുകയോ മൂക്ക് ചീറ്റുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കംഫർട്ട് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ജലദോഷം പിടിച്ചോ? ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരം റിയാക്ഷൻസ് കാണിച്ചപ്പോൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സാധാരണമായിട്ടൊരു തെറ്റിദ്ധാരണയാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഒരു അസുഖാവസ്ഥയുടെ സിംറ്റംസിനെയാണ് ആ അസുഖമായിട്ട് തെറ്റിദ്ധരിക്കുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഒരു പ്രധാന തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ കാരണം, മിക്കപ്പോഴും സാഹചര്യങ്ങളിൽ നമ്മൾ തുമ്മുകയോ മൂക്കു ചുറ്റുകയോ ഒക്കെ ചെയ്യുന്നത് ജലദോഷം പിടിച്ചതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക റെസ്പോൺസാണത്. അത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അതൊരു അലർജിക് റെസ്പോൺസ് ആയിരിക്കും. ജലദോഷം അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഇത് രണ്ടും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ശരീര സാഹചര്യങ്ങളാണ്. പക്ഷേ ഒരേ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് നമ്മളിത് രണ്ടും ഒന്നാണ് എന്ന് വിചാരിച്ചു കളയും. ജലദോഷം ഉണ്ടാകുമ്പോൾ പൊതുവെ നമുക്ക് അനുഭവപ്പെടുന്ന തുമ്മൽ, മൂക്കടപ്പ്, മൂക്ക് ചീറ്റൽ, ഇതൊന്നും ശരിക്കും ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസ് ഉണ്ടാക്കുന്നതല്ല. ആ വൈറസിനെ പുറത്തു ചാടിക്കാൻ നമ്മുടെ ശരീരം കാണിക്കുന്ന പരാക്രമങ്ങളാണ് ഇതെല്ലാം. ഇത് ഒരു യൂണിവേഴ്സൽ ശാരീരിക സ്വഭാവമാണ്. ഇതിനെ പൊതുവിൽ നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ശരീരത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അപകടം ശരീരം ഡിറ്റക്റ്റ് ചെയ്താൽ, അത് ഒരു സൂചി കുത്തു കൊള്ളുന്നതാകാം, ഏതെങ്കിലും ഒരു ജീവി ശരീരത്തിലൂടെ ചിലപ്പോൾ ടച്ച് ചെയ്ത് പോകുന്നതാകാം, എന്തെങ്കിലും ഫോറിൻ ഒബ്ജക്റ്റ് നിങ്ങൾ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുത്തതാവാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള രോഗകാരിയായിട്ടുള്ള ഒരു അണു ശരീരത്തിനകത്ത് കയറി പറ്റിയതാകാം. ഏതാണ്ട് എല്ലാത്തിനോടുമുള്ള ഒരു കോമൺ റെസ്പോൺസ് ആയിട്ടാണ് ശരീരം ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പുറപ്പെടുവിക്കുന്നത്. ഇതിനൊരു പൊതുവായ പാറ്റേൺ ഉണ്ട്. ആദ്യം നമ്മുടെ ശരീരത്തിലെ ഈ പുറമേ നിന്ന് വരുന്ന ഫോറിൻ ഒബ്ജക്ട്സിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സവിശേഷ സെല്ലുകൾ, കോശങ്ങളുണ്ട്. അവ ആദ്യം പുറമേ നിന്ന് എന്തോ കയറി പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഡിറ്റക്റ്റ് ചെയ്ത് സ്ഥിരീകരിക്കും. ഡിറ്റക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ വാസോ ഡൈലേഷൻ എന്ന് പറയുന്നൊരു സ്റ്റേജാണ്. അതായത് ആ ഭാഗത്തേക്ക് ഈ എമർജൻസി ഐറ്റംസ് എല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സുഗമമാക്കണം. അപ്പോൾ അതിനുവേണ്ടി ബ്ലഡ് വെസൽസൊക്കെ ഒന്ന് വലുതാക്കിയെടുക്കും. ചിലപ്പോൾ ബ്ലഡ് വെസൽസ് കുറച്ച് ലീക്കി ആവും. അപ്പോൾ കുറച്ച് ലിക്വിഡൊക്കെ അതൊന്ന് പുറത്തേക്ക് വന്ന് വരും. അങ്ങനെയാണ് അത് നീരായിട്ടൊക്കെ മാറുന്നത്. എഡീമ എന്നാണ് പൊതുവെ മെഡിക്കൽ ഭാഷയിൽ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ട്രാൻസ്പോർട്ട്, ഇതുപോലെ ദ്രവങ്ങളുടെ ഈ ട്രാൻസ്പോർട്ട് എളുപ്പമാക്കി കഴിഞ്ഞാൽ പിന്നെ അതുവഴി വൈറ്റ് ബ്ലഡ് സെൽസ് പോലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക സേവനം എന്ന് വിളിക്കാവുന്ന സന്നാഹങ്ങളെല്ലാം അവിടെ കൊണ്ടുവരും. ഈ വസ്തുവിനെ പുറത്ത് ചാടിക്കുക, അതിനെ കൊല്ലുക, ഇങ്ങനെയുള്ള അതിനെ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ പിന്നെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് പൊതുവിൽ ഒരു കോമൺ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത്, ഇത് ഒരു രോഗാണു കയറിയാൽ മാത്രം ഉണ്ടാകുന്നതല്ല. പൊതുവിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കോമൺ കോൾഡ് എന്ന് പറയുന്ന ജലദോഷം വരുമ്പോൾ ഉള്ളതാണ് എന്നേ ഉള്ളൂ. പക്ഷേ ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് മാത്രമല്ല ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സാഹചര്യങ്ങളിൽ ശരീരം ഇതേ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കാം. അതിനകത്ത് പൊതുവിൽ നമുക്ക് പിടികിട്ടാത്ത ഒരു സംഗതിയാണ് അലർജി എന്ന് വിളിക്കുന്നത്. ഒരുപാട് പേര് പല ബുദ്ധിമുട്ടുകളെയും അലർജി എന്ന് പൊതുവെ വിളിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ എന്താണ് അലർജി? അലർജി എന്ന് പറയുന്നത് ഒരു ഫാൾസ് അലാമാണ്. നമ്മുടെ ശരീരത്തിന് ഒരു സിസ്റ്റമുണ്ട്. പുറത്തു നിന്ന് വരുന്ന അപകടകാരിയായിട്ടുള്ള വസ്തുക്കളെ കണ്ടെത്തി അതിനെ പുറത്താക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന സന്നാഹം തന്നെയാണത്. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കള്ളൻ കയറിയാൽ അടിക്കുന്ന ഒരു ബർഗ്ലർ അലാം നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ നമ്മളൊരു സ്മോക്ക് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്, തീപിടുത്തം ഉണ്ടാകുമ്പോൾ അലാറം അടിക്കുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ സ്മോക്ക് ഡിറ്റക്ടർ ഫാൾസ് അലാം അടിക്കാം. അതായത് തീയൊന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും റാൻഡം കാരണങ്ങൾ കൊണ്ട് ഒരു അലാറം പുറപ്പെടുവിച്ചു എന്ന് വരാം. പലപ്പോഴും സംഭവിക്കുന്നത് ഓവർ സെൻസിറ്റൈസ്ഡ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ടായിരിക്കും. അതായത് ചെറിയ പുകയുടെ അംശം എന്തെങ്കിലും അവിടെ തട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും ആ റൂമിലിരുന്ന് പുക വലിച്ചപ്പോൾ കുറച്ച് പുക അവിടെ എത്തിയതായിരിക്കും. പക്ഷേ അതിനോട് ഈ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ തീപിടുത്തത്തിന് ഉണ്ടാകുന്ന എല്ലാ റെസ്പോൺസും ആ സിസ്റ്റം പുറപ്പെടുവിക്കുന്നു എന്ന് വെച്ചോളൂ. ഇതുപോലെ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഒരു ഓവർ റിയാക്ഷനാണ് സത്യത്തിൽ ഈ അലർജി എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഓവർ റിയാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. സാധാരണ രീതിയിൽ നമുക്ക് അപകടമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തുവിനോട്, ഒരു അപകടകാരിയോട് എന്ന പോലെ പ്രതികരിക്കുമ്പോഴാണ് ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഈ ഫോൾസ് അലാം അങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ പ്രോസസ്സിന് പൊതുവെ സെൻസിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. പല ഘട്ടങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ പുറമേ നിന്ന് ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ കയറിയെന്ന് വെച്ചോളൂ, എന്തെങ്കിലും പരിചയമില്ലാത്ത ഒരു പൂമ്പൊടി, ഒരു പോളൻ ആണ് എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ സംഗതിയോടുള്ള ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, IgE എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ആൻറ്റിബോഡി പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ഈ IgE, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഈ പുറമേ നിന്ന് വന്ന ആ വസ്തുവിൻ്റെ ഷേപ്പിനെയാണ് ഡിറ്റക്റ്റ് ചെയ്ത് അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. കാരണം ഈ പുള്ളി ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അപകടകാരിയാണ് എന്ന് മാർക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈ ആൻറ്റിബോഡീസ് ചെന്നിട്ട് മാസ്റ്റ് സെൽ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള വലിയ കോശങ്ങളാണവ, ഈ മാസ്റ്റ് സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഈ മാസ്റ്റ് സെല്ലുകൾ ശരിക്കും നമ്മുടെ ഒരു ബോംബിൻ്റെയൊക്കെ കലവറ പോലെയാണ്. ഈ പുള്ളിയുടെ കയ്യിൽ ഹിസ്റ്റമൈൻസ് എന്നറിയപ്പെടുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം പുറത്തേക്ക് വിടുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ മാസ്റ്റ് സെല്ലിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒരു പ്രത്യേക വസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ IgE ആൻറ്റിബോഡീസ് മാസ്റ്റ് സെല്ലിൽ ചെന്ന് ഒട്ടിയിരിക്കും. ഇനി ഇതുപോലെ നമ്മൾ ഈ കുറ്റവാളിയാണ് അല്ലെങ്കിൽ അപകടകാരിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ തന്മാത്രയോ ഈ വസ്തുവോ ഒരിക്കൽ കൂടി ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ മാസ്റ്റ് സെൽസ് വഴി ഹിസ്റ്റമൈൻസ് എന്ന് പറയുന്ന രാസവസ്തുക്കൾ വലിയ അളവിൽ റിലീസ് ചെയ്യപ്പെടും. അലർജി കാരണം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ എല്ലാം പ്രധാന സൂത്രധാരൻ ഈ ഹിസ്റ്റമൈനാണ്. ഈ കക്ഷി നമ്മുടെ നെർവ് എൻഡിങ്സിനെയൊക്കെ വന്ന് ട്രിഗർ ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഇച്ചിങ് ഫീൽ, ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ വലിയ അളവിൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ മൂക്കിൽ ഈ മൂക്കള എന്ന് പറയുന്ന ദ്രവം ഉണ്ടാക്കിയെടുക്കുന്നത് ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ കയറിയ വസ്തു, ഈ അപകടകാരിയായ സംഗതിയെ വാഷ് ചെയ്ത് പുറത്തേക്ക് കളയാനാണ് പുള്ളി ശ്രമിക്കുന്നത്. അതുപോലെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്ത് അതുവഴിയുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടും. അപ്പോൾ അവിടെ അങ്ങനെയാണ് നമ്മുടെ മൂക്കൊക്കെ ചുമക്കുന്നത്. കാരണം അവിടേക്ക് കൂടുതൽ ബ്ലഡ് വരേണ്ട ആവശ്യമുണ്ട്. മൊത്തത്തിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ച് ഈ ശത്രുവിനെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഹിസ്റ്റമൈൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിനെ ഫാൾസ് അലാമാക്കി മാറ്റുന്ന മിസ്റ്റേക്ക് എവിടെയാണ് സംഭവിച്ചത്? ഒരു അപകടകാരിയല്ലാത്തൊരു വസ്തുവിനെ അപകടകാരി എന്ന പോലെ മാർക്ക് ചെയ്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻ അതിനെ മാസ്റ്റ് സെല്ലിലേക്ക് ഈ സിഗ്നൽ കൊടുത്തു. അങ്ങനെയാണ് ഈ അലർജിക് റെസ്പോൺസ് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശരീരം വളരെ ജാഗരൂകതയോടുകൂടി ചുറ്റുപാടുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുമ്പോഴാണ് നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ് എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പുറമേ നിന്ന് വരുന്ന എന്തെങ്കിലും വസ്തു അല്ല നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രസകരമായിട്ടുള്ള കാര്യം. പുറമേ നിന്ന് വരുന്ന വസ്തുവിനോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണം തന്നെയാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ തന്നെ പ്രതിരോധശേഷി നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വേറെ ഉണ്ട്. നമ്മളതിനെ വിളിക്കുന്ന ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് എന്നാണ്. അതായത് നമ്മുടെ തന്നെ ശരീരഭാഗത്തെ നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, പ്രതിരോധ വ്യവസ്ഥ ശത്രുവായിട്ട് കണ്ട് അതിന് ദോഷം ചെയ്യാൻ തുടങ്ങുന്ന തരം പ്രശ്നങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖം ഒരു ടിപ്പിക്കൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് വരുന്ന അപകടങ്ങളെ ചെറുക്കാൻ വേണ്ടി എക്യുപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം അപകടകാരിയല്ലാത്തൊരു സംഗതിയെ കൂടി അപകടകാരിയായിട്ട് തെറ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. അപകടകാരിയല്ലാത്ത ഒരാൾ അപകടകാരിയായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു അപകടകാരിക്ക് എതിരെ പ്രയോഗിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും ശരീരം നടത്തും. അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് ആ സമയത്ത് നടന്നിട്ടുള്ള മെഡിക്കൽ അനാലിസിസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ വൈറസ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടല്ല നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയത്, മറിച്ച് ഈ വൈറസിനോട് നമ്മുടെ ശരീരം നടത്തിയ റെസ്പോൺസ്, ശരീരം അതിനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. വേണ്ടത്ര രീതിയിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത ശിശുക്കളിൽ കോവിഡ് കാരണമുള്ള പ്രശ്നം കുറവായിരുന്നു എന്നതും നമ്മൾ ഓർക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അലർജി എന്ന് പറയുന്നത് ഒരു ഫോൾസ് അലാമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ശരീരം ഏതൊക്കെ വസ്തുക്കളെയാണ്
തെറ്റായിട്ട് അപകടകാരിയായിട്ട് മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം വേറൊരാൾക്ക് അലർജി ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല. അത് വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസമുള്ള കാര്യമാണ്. പൊതുവിൽ ഇത്തരം അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലർജൻ. അതാണ് അലർജൻസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ശരീരത്തിലേക്ക് അലർജൻസ് വരുന്നതും പല രീതിയിലാവാം. ഇപ്പോൾ ഇൻഹെയിൽ ചെയ്യപ്പെടുന്ന അലർജനുകളുണ്ട്. പൂമ്പൊടിയോ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആനിമൽ ഡാൻഡറോ ഒക്കെ അങ്ങനെ നമ്മുടെ ശ്വാസത്തിലൂടെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇനി ഫുഡ് അലർജി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതായത് നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ ഇൻജസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രം നമുക്ക് അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേർക്ക് നട്ട്സ് ഒക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്, സീ ഫുഡ് അലർജി ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കാറ്റഗറി ഓഫ് ഫുഡ് അലർജി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഈ പ്രാണികളുടെയൊക്കെ കടിയൊക്കെ പോലുള്ള ഇഞ്ചക്ഷൻ എന്ന മെക്കാനിസത്തിലൂടെയും നമ്മുടെ ശരീരം അലർജിക് റെസ്പോൺസസ് ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അലർജി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും. അതായത് അലർജി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു ഫാൾസ് അലാമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശരീരം തെറ്റായ അപകടത്തോട് പ്രതികരിക്കുന്നത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ചീത്തപ്പേരുള്ള ഒരു അലർജനാണ് പൊടി. ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് എന്നുള്ളത്. ആ പ്രയോഗത്തിലൊരു കുഴപ്പമുണ്ട്. എന്താണ് ഡസ്റ്റ്? നമ്മൾ പൊതുഭാഷയിൽ ഡസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈസ് കുറഞ്ഞ കണികകൾ ഒരുമിച്ച് കാണപ്പെടുന്ന അവസ്ഥ. അതായത് ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ പൊതുവെ ഡസ്റ്റ് എന്ന് വിളിക്കുന്നത്, പൊടി. എന്നാൽ ശരീരം അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നത് ഒരു വസ്തുവിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടല്ല, മറിച്ച് അതിൻ്റെ കെമിക്കൽ ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ്. ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? നിങ്ങളൊരു ഹൗസ് ഡസ്റ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പൊടി ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വ്യത്യസ്ത വസ്തുക്കൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അതിനകത്ത് നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന കോശങ്ങളുണ്ട്, അതിസൂക്ഷ്മ ജീവികളുടെ ഡെഡ് ബോഡി, അവയുടെ ഡ്രോപ്പിങ്സ്, പിന്നെ മെറ്റലിൻ്റെ പൊടി, മണ്ണിൻ്റെ പൊടി, അങ്ങനെ പല 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 മെറ്റീരിയൽസിൻ്റെ കണങ്ങൾ ഈ ഡസ്റ്റ് എന്ന് പറയുന്ന സംഗതിക്കകത്തുണ്ട്. അതും വീട്ടിലെ ഡസ്റ്റും റോഡിലെ ഡസ്റ്റും ഓഫീസിലെ ഡസ്റ്റും പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഡസ്റ്റ് അലർജി എന്ന് പറയുമ്പോൾ ഈ ഡസ്റ്റിൽ തന്നെയുള്ള എന്തൊക്കെയോ ചില ഘടകങ്ങൾ മാത്രമാണ് നമുക്ക് അലർജി റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ എളുപ്പമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സിന്തറ്റിക്കും നാച്ചുറലുമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത മെറ്റീരിയലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരം വസ്തുക്കളായിട്ടുള്ള നിരന്തരം എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത മെറ്റീരിയലുകൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു ലിസ്റ്റാണ്. അപ്പോൾ അതിൽ പലതും നമുക്ക് അറിയുകയുമില്ല. ഇതിലേതിനോടാണ് നമുക്ക് അലർജി ഉള്ളത് എന്ന് തിരിച്ചറിയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഡസ്റ്റ് അലർജി ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എല്ലാ ഡസ്റ്റും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കാത്തത്. ഇനി ഈ ഡസ്റ്റ് അലർജിയിൽ പൊതുവിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഹൗസ് ഡസ്റ്റിൽ സ്ഥിരം കാണുന്ന ഡസ്റ്റ് മൈറ്റ് എന്നറിയപ്പെടുന്ന ചില സൂക്ഷ്മ ജീവികളുടെ വളരെ കുഞ്ഞു ജീവികളാണ്. നമ്മുടെ എല്ലാ ചുറ്റുപാടുകളും ഈ ജീവിയുണ്ട്. അതിൻ്റെ ഡ്രോപ്പിങ്സ് ആണ്, അതിലുള്ളൊരു പ്രത്യേക പ്രോട്ടീനാണ് മിക്കപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് പേരുടെ ശരീരം അതിനെ അപകടകാരിയായ ഒരു രാസതന്മാത്രയായിട്ട് കാണും. പിന്നെ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഫാൾസ് അലാം എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജലദോഷത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ജലദോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മറ്റൊരു ജീവി, വൈറസ് എന്ന് പറയുന്നത് പൊതുവെ ബയോളജിയുടെ കണ്ണിൽ വളരെ കുഴപ്പം പിടിച്ച ഒരു ജീവിയാണ്. കാരണം അത് ചില സ്ഥലങ്ങളിൽ ജീവിയാണോ അല്ലയോ എന്ന സംശയം ഉയർത്താറുണ്ട്. ചിലയിടങ്ങളിൽ വൈറസിനെ നമ്മൾ ജീവിയായിട്ടല്ല കണക്കാക്കുന്നത്. അത് മറ്റേതെങ്കിലും കോശങ്ങൾ കയറിപ്പറ്റുമ്പോൾ മാത്രമാണ് അതിന് ജീവനുള്ള സംഗതിയുടെ സ്വഭാവം കൈവരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനെ ഒരു വൈറസ്, ഒരു ജീവി എന്ന രീതിയിൽ തന്നെ പരിഗണിക്കാം. അത് നമ്മുടെ ശരീരത്തിൽ കയറി റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതായത് അത് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ പാരലലായിട്ട് ഒരു നെറ്റ്വർക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ ശരീരം സ്വാഭാവികമായിട്ടും അതിനെ ഭീഷണിയായിട്ട് കാണും. ഇതിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ ശ്രമിക്കും. അപ്പോഴും ശരീരം പുറപ്പെടുവിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ സന്നാഹങ്ങൾ തന്നെയാണ്. അതായത് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ശരീരം അവിടെയും എടുത്ത് പ്രയോഗിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ പറഞ്ഞത്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അത് പലപ്പോഴും ജലദോഷം പോലെ തോന്നിക്കുമെങ്കിലും ജലദോഷം മറ്റൊരു ഇൻഫെക്ഷനാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒന്ന് തുമ്മിയാൽ ഉടനെ ജലദോഷമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ പ്രശ്നം നമ്മുടെ തന്നെ ബോഡി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കൗതുകകരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ മറ്റൊരു മെക്കാനിസം അവിടെ ഇല്ല. ഇപ്പോൾ നമ്മൾ കുറേ നേരം ഈ അലർജിക് റെസ്പോൺസ് നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂക്കിലും
താഴേക്കുള്ള ശ്വാസനാളത്തിലുമൊക്കെ ഈ മ്യൂക്കസ് ഒരുപാട് പുറപ്പെടുവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ശ്വാസനാളത്തിൻ്റെ വലിപ്പം കുറയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവഴിയുള്ള വായുസഞ്ചാരത്തിന് തടസ്സം സംഭവിക്കും. ചിലപ്പോൾ അത് വീസിംഗ് ആയിട്ടോ ശ്വാസം മുട്ടലായിട്ടോ ഒക്കെ തന്നെ വന്നു എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് അലർജി പലപ്പോഴും ശ്വാസം മുട്ടലും പോലുള്ള പതിയെ അത്തരം ഡെവലപ്മെൻറ്റുകളിലേക്ക് കൂടി നയിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല ഡോക്ടർമാരും നിങ്ങൾക്ക് തരുന്നിട്ടുള്ള മരുന്നുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവയിൽ പല മരുന്നുകളും ആൻറ്റി ഹിസ്റ്റമൈൻ എന്നൊരു ലേബൽ വരുന്ന മരുന്നുകളായിരിക്കും. അതായത് ശരീരം പ്രയോഗിക്കുന്ന ഹിസ്റ്റമൈൻ എന്ന് പറയുന്ന ഈ പടക്കോപ്പ് അത് ശരീരത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം വരുമ്പോൾ അതിനെ ഒന്നും മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഹിസ്റ്റമൈൻസ് എന്ന് വിളിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജാമ്യം കൂടി എടുത്ത് അവസാനിപ്പിക്കാം. ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചും ശരീരം രോഗങ്ങളോടും രോഗകാരികളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുമുള്ള വളരെ പൊതുവായ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളിവിടെ തിരുത്താൻ ശ്രമിച്ചത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.